ഭൂമിയിലേക്ക് ഒരു കൂറ്റൻ ചിഹ്നഗ്രഹം പാഞ്ഞെടുത്താൽ മനുഷ്യരാശി എന്തു ചെയ്യും? ഹോളിവുഡ് സിനിമകളിൽ കണ്ടിട്ടുള്ള ആണവ ബോംബ് ഉപയോഗിച്ചുകൊണ്ട് ചിഹ്നഗ്രഹത്തെ തകർക്കുന്ന രംഗങ്ങൾ ഇനി വെറും സയൻസ് ഫിക്ഷൻ മാത്രമല്ല എന്നാണ് പുതിയ ശാസ്ത്രീയ പഠനത്തിലൂടെ സൂചിപ്പിക്കുന്നത്. അമേരിക്കയിലെ ലോറൻസ് ലിവർമോർ നാഷണൽ ലബോറട്ടറിയിലെ ഗവേഷകർ നടത്തിയ പഠനത്തിലൂടെയാണ് ചിഹ്നഗ്രഹങ്ങളെ പ്രതിരോധിക്കാൻ ആണവ സ്ഫോടനത്തിന്റെ ഊർജ്ജം ഉപയോഗിക്കുന്ന സാധ്യതയെക്കുറിച്ച് പരിശോധിച്ചത്. ഏകദേശം 160 മീറ്റർ വലിപ്പമുള്ള ഒരു ചിഹ്നഗ്രഹം ഭൂമിയിൽ പതിച്ചു കഴിഞ്ഞാൽ വലിയ നഗരത്തിന് പോലും അതീവ ഗുരുതരമായ നാശനഷ്ടം ഉണ്ടായേക്കും. അതുകൊണ്ട് തന്നെ ഭൂമിക്ക് സമീപത്തെത്തുന്ന ഇത്തരം വസ്തുക്കളെ നേരത്തെ തന്നെ കണ്ടെത്തി അവയുടെ സഞ്ചാരപാത മാറ്റി മുന്നോട്ട് കൊണ്ടുപോവുക എന്നുള്ളതാണ് ശാസ്ത്രലോകത്തിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം. പക്ഷേ ഇവിടെ ചോദ്യം ചെയ്യപ്പെടുന്ന മറ്റൊരു വിഷയമുണ്ട്. ആണവായുധം ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെയാണ് ഒരു ചിഹ്നഗ്രഹത്തിൻ്റെ ദിശ മാറ്റുന്നത്? ചിഹ്നഗ്രഹത്തിനുള്ളിൽ ബോംബ് കുഴിച്ചിടണമെന്നല്ല ഇതിൻ്റെ അർത്ഥം. ബഹിരാകാശത്ത് ഒരു ആണവ സ്ഫോടനം നടന്നാൽ പുറത്തു വരുന്ന ശക്തമായ എക്സ്റേ വികിരണം ചിഹ്നഗ്രഹത്തിൻ്റെ ഉപരിതലത്തിൽ പതിക്കും. അത് പാറയുടെ പുറംഭാഗത്തെ അതിവേഗം ചൂടാക്കും, പിന്നീട് ബാഷ്പീകരിക്കും. ഈ ബാഷ്പീകരിച്ച പദാർത്ഥം അതിവേഗത്തിൽ പുറത്തേക്ക് തെറിച്ചാൽ ഉണ്ടാകുന്ന തിരിച്ചടി ചിഹ്നഗ്രഹത്തിന് ചെറിയൊരു തള്ളൽ നൽകും. അതോടെ അതിൻ്റെ വേഗത്തിലും ദിശയിലുമൊക്കെ മാറ്റമുണ്ടാക്കാൻ കഴിയും. ചെറിയൊരു ദിശമാറ്റം പോലും വർഷങ്ങൾക്ക് ശേഷം ഭൂമിയുമായുള്ള കൂട്ടിയിടി ഒഴിവാക്കാൻ കഴിയുമെന്നാണ് ശാസ്ത്രജ്ഞർ ഇപ്പോൾ വിലയിരുത്തിയിരിക്കുന്നത്. അതേസമയം എല്ലാ ചിഹ്നഗ്രഹങ്ങളെയും ആണവായുധം ഉപയോഗിച്ചുകൊണ്ട് നേരിടണമെന്നല്ല ഈ പഠനത്തിലൂടെ പറയുന്നത്. സാധാരണ സാഹചര്യങ്ങളിൽ നേരത്തെ കണ്ടെത്തിയ വസ്തുക്കളുടെ ദിശ മാറ്റാൻ മറ്റു മാർഗങ്ങൾ കൂടുതൽ സുരക്ഷിതമാണ്. നാസയുടെ ഡാർട്ട് ദൗത്യം ഇതിനകം തന്നെ ഒരു ചിഹ്നഗ്രഹത്തിന്റെ സഞ്ചാരപാത മാറ്റാൻ മനുഷ്യന് കഴിയുമെന്ന് തെളിയിച്ചിട്ടുണ്ട്. എന്നാൽ അവസാന നിമിഷത്തിൽ കണ്ടെത്തുന്ന വലിയ ചിഹ്നഗ്രഹങ്ങൾ തന്നെയാണ് ഏറ്റവും വലിയ വെല്ലുവിളി ഉയർത്തുന്നത്. അത്തരമൊരു സാഹചര്യത്തിൽ പരമ്പരാഗത മാർഗങ്ങൾക്ക് സമയം കിട്ടാതെ വന്നാൽ ആണവ സാങ്കേതികവിദ്യ ഒരു അവസാന പ്രതിരോധ മാർഗമായി ഉപയോഗിക്കാൻ കഴിയുമെന്നാണ് ഈ പഠനത്തിലൂടെ മനസ്സിലാക്കേണ്ട കാര്യം. ഭൂമിയെ രക്ഷിക്കാൻ ആണവായുധം, മനുഷ്യൻ നിർമ്മിച്ച ഏറ്റവും വിനാശകരമായ ആയുധം തന്നെ ഒരു നാൾ മനുഷ്യരാശിയുടെ രക്ഷകനായി മാറുമോ എന്നുള്ളതാണ് ഈ പഠനത്തിലെ കൗതുകകരമായ കാര്യം. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.